ഹലോ കൂട്ടുകാരെ, അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി ചെറിയ ജാം ഉണ്ടാക്കലാണ് കേട്ടോ. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ചെറിയ ഫാമിൽ പോയിരുന്നു. ഞങ്ങൾക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി ഒരു 3 ലിറ്റർ ചെറി പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എല്ലാം കൂടെ കഴിക്കാൻ പറ്റത്തില്ല, നമുക്ക് മടുപ്പ് വരുമല്ലോ. ഒരു 5-10 നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ചെറി ജാം ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ചെറി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുത്തു. പിന്നെ 3 ലിറ്ററിന് ഞാൻ ഒരുപാട് ഷുഗർ ചേർത്തില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഷുഗർ ചേർത്താൽ മതി. ഷുഗർ ഞാൻ 1/2 ലിറ്ററേ ചേർത്തുള്ളൂ, കാരണം ഒരുപാട് ഷുഗറിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് ഇഷ്ടമല്ല ഒത്തിരി മധുരം. അപ്പം എല്ലാ പിള്ളേർക്കും അത്ര ഇഷ്ടമല്ല ഒരുപാട് മധുരം. അപ്പോൾ അതനുസരിച്ച് കുറവാണ്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഷുഗർ ചേർത്തു. പിന്നെ ഇത് കേടാകാതിരിക്കുന്നതിന് വേണ്ടി അല്ല, കേടാകാതിരിക്കുന്നത് തന്നെയല്ല, ഇത് ജെല്ല് രൂപത്തിലാകുന്നതിന് വേണ്ടി ലെമൺ ജ്യൂസില്ലേ, ഞാൻ ഒറിജിനൽ കട്ട് ചെയ്തെടുത്ത് അത് പിഴിഞ്ഞൊഴിക്കുക ചെയ്ത് 2 ലെമൺ എടുത്തു, അത് പിഴിഞ്ഞൊഴിച്ചു. അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി അതിൻ്റെ ജെൽ രൂപത്തിൽ ജാം രൂപത്തിൽ ആകുമ്പോൾ നമുക്ക് കുറേ നാൾ വെച്ച് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. 1 മാസം 1.5 മാസമൊക്കെ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാം എന്നുള്ളതാണ് സത്യം. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ അവരുടെ വീട്ടിലുണ്ടായിരുന്നു ചെറി. അത് അവരിപ്പം വിറ്റുപോയി. ആ ചെറിയിൽ ഇഷ്ടം പോലെ ചെറി ഉണ്ടായിരുന്നു, നല്ല മധുരമുള്ള. അപ്പോൾ പുള്ളിക്കാരി ചെയ്തെന്ന് വെച്ചാൽ ഒരു 20-30 ജാറ് ജാമുണ്ടാക്കി എന്നുള്ളതാണ്. പുള്ളിക്കാരി അതിൽ എന്തോ ജാമിനുള്ള പെക്റ്റിനോ എന്തോ ഒരു പൗഡറൊക്കെ ചേർത്തുണ്ടാക്കുക. പക്ഷെ ഞാനിതിൽ അതൊന്നും ചേർക്കുന്നില്ല, നാച്ചുറലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ജാം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊന്ന് മാങ്കോ ഇതെല്ലാം ഈ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ ഒരു ഐഡിയ. എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പം ജാമ രൂപമാകുമെന്ന് എനിക്ക് ഉറപ്പില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ്. ആകുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, എല്ലാം ഹോപ്പാണല്ലോ. അപ്പോൾ ഞാനത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ജാമായി കഴിഞ്ഞ് ഞാൻ കാണിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്